ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എങ്ങോട്ട് റെഡിയായി പോകുന്നതെന്ന് അറിയോ? ഇന്ന് എനിക്കും ഋതൂട്ടനും ചെക്കപ്പ് ഡേ ആണ് കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇന്ന് ഡോക്ടറെ കാണേണ്ട ദിവസമാണ്. അങ്ങനെ ഞാനും ഏട്ടനും പിന്നെ കൂടെയുള്ളത് എൻ്റെ ബ്രദറാണ് കേട്ടോ. ഞങ്ങൾ മൂന്നുപേരും കൂടെയാണ് ഇന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ഞാൻ 2 ദിവസം മുന്നേ തന്നെ ഞാൻ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. 2 ദിവസം മുന്നേ എടുത്തിട്ട് എനിക്ക് 1:30ക്കാണ് കേട്ടോ അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. അതുകൊണ്ട് കുറേ സമയമുണ്ട് ഋതൂട്ടൻ, അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. അവിടെ ചെന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഞാൻ ബാഗിനകത്ത് കൂടുതൽ ഋതൂട്ടൻ്റെ സാധനങ്ങളാണ് കേട്ടോ വെക്കാറ്. എൻ്റെ സാധനങ്ങൾ കുറവാണ്. ഋതൂട്ടൻ വരുന്നതിന് മുന്നേ എൻ്റെ സാധനങ്ങളായിരുന്നു ഞാൻ എടുക്കുക. ഇപ്പോൾ എൻ്റെ സാധനങ്ങൾ കുറവായിട്ടാണ് എടുക്കാറ്. ഋതുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വണ്ടിയിൽ യാത്ര ചെയ്യാനൊക്കെ. നല്ല പാവം കൊച്ചാണ് കേട്ടോ. വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ആൾ അനങ്ങാതിരുന്നോളൂ, ഒരു ശല്യവുമില്ല. ഒന്നെങ്കിൽ കിടന്നുറങ്ങും, അല്ലെങ്കിൽ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. കരയാറില്ല കേട്ടോ വണ്ടിയിൽ കയറിയാൽ. അങ്ങനെ ഞങ്ങൾ NSൽ ഒരു 11:30 ആയപ്പോഴത്തേനും എത്തി. കുഞ്ഞിനെ ഞാൻ ഇതുവരെ അവിടുന്ന് മാറ്റിയിട്ടില്ല, അവിടെ തന്നെയാണ് കേട്ടോ കാണിക്കുന്നത്. മാറ്റണം എന്ന് വിചാരിക്കുന്നു, കാരണം നല്ല ലോങ് ഉണ്ട് കേട്ടോ NSലോട്ട്. അതുകൊണ്ട് മാറ്റണമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ NSൽ കയറിയപ്പോൾ തന്നെ ഒരു സെലിബ്രേഷൻ മൂഡാണ് കേട്ടോ. അവിടെ എന്തോ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, എന്താണെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ പോയി ഋതുവിനുള്ള ടോക്കൺ നമ്പർ എടുത്തു കേട്ടോ. അവൾക്ക് 16 കേട്ടോ നമ്പർ കിട്ടിയിരിക്കുന്നത്. അങ്ങനെ അവളെ കാണിച്ചു. ഞങ്ങൾ ചെന്നപ്പോഴത്തേനും 11 നമ്പരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡോക്ടറെ കയറി കണ്ടു. പിന്നെ എൻ്റെ ഡോക്ടറെ കാണണമായിരുന്നു. എൻ്റെ ഡോക്ടറും ഋതുവിൻ്റെ ഡോക്ടറും 2 പേര് 2 ബിൽഡിങ്ങിലാണ് കേട്ടോ. അങ്ങനെ മറ്റേ ബിൽഡിങ്ങിൽ പോയി എൻ്റെ ഡോക്ടറെ കണ്ടു. ഒരു 2 മണിയായപ്പോഴത്തേനും എല്ലാം കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. ഞങ്ങൾ അപ്പോഴത്തേനും നല്ല വിശപ്പിൻ്റെ വെളി വന്നു. ഋതുവിനെ കൊണ്ട് ഹോട്ടലിൽ കയറുന്ന പാടല്ലേ, ആൾ കിടന്ന് കരയും. അതുകൊണ്ട് നേരെ ഹോട്ടലിൽ നിന്ന് ഫുഡ് പാഴ്സലും വാങ്ങിച്ചു. ഞങ്ങൾ നേരെ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോയി കേട്ടോ. എന്നിട്ട് അവിടെ ഇരുന്ന് കഴിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. ഏട്ടൻ്റെ വീട് കുറച്ചടുത്താണ്. അതുകൊണ്ട് അവിടെ ചെന്നപ്പോഴത്തേനും ഋതൂട്ടൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അവളെ കിടത്തി ഞങ്ങൾ ഫുഡ് കഴിച്ച് വന്നപ്പോഴത്തേനും ആൾ ഉണർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടനുമായിട്ട് കുറച്ച് നേരം കിടന്ന് കളിച്ചു കേട്ടോ ആൾ. അത് കഴിഞ്ഞ് ഞങ്ങൾ റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ നേരെ വീട്ടിലോട്ട് പോയി. വീട്ടിലോട്ട് ചെന്നപ്പോഴത്തേന് എൻ്റെ പപ്പ ഒരു മരം വലയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ നിറയെ ഇതിന് പറയുന്നത് ജംബോട്ടിക്ക അല്ലെങ്കിൽ മരമുന്തിരി എന്നൊക്കെ പറയും. മുന്തിരിയുടെ ടേസ്റ്റാണ്, ഒരു പുളിപ്പുണ്ട് മധുരമുണ്ട്, ആ ഒരു ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ടായിരിക്കും മരമുന്തിരി എന്ന് പറയുന്നത്. അപ്പം ജസ്റ്റ് ഞാൻ വല ഒന്ന് മാറ്റി നോക്കിയപ്പോഴത്തേന് നിറയെ കാ പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പഴമൊക്കെ പിച്ചി കഴിച്ചു ഞങ്ങൾ. കിളികൾ വന്ന് കൊത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വലയിട്ട് നിർത്തിയിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ പിച്ച് കഴിച്ചു. പിന്നെ ഋതൂട്ടൻ ഉറങ്ങുന്ന സമയമായിട്ടോ. ഋതൂട്ടൻ അമ്മ ഉറക്കുവാണ്. അങ്ങനെ ഋതൂട്ടൻ ഉറങ്ങി. അങ്ങനെ ഞാനും കൂടെ പോയി കിടന്നുറങ്ങി കേട്ടോ. ഉറങ്ങിയെന്നൊന്നും പറയാൻ പറ്റില്ല, ഇടയ്ക്ക് ഋതൂട്ടൻ എണീക്കും കേട്ടോ. അപ്പോൾ ഞാനും എണീക്കും, പിന്നെ ഉറങ്ങും, പിന്നെ എണീക്കും. പക്ഷെ ഉറക്കമൊന്നും ശരിയാവത്തില്ല കേട്ടോ നൈറ്റ്. അപ്പോൾ ഇത്രയുള്ള ഗായ്സ്, ബൈ.